നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യവിരുദ്ധമാണെന്നും വ്യവസായ സൗഹൃദമല്ലെന്നും ജനാധിപത്യ വിരുദ്ധമാണെന്നും വിശ്വസിക്കുന്നവർ, ഈ പാർട്ടി അന്യം നിന്ന് പോവേണ്ടത് ഏത് രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്കും വികസനത്തിനും ആവശ്യമാണ് എന്ന് പറയുന്നവർ, അവർക്ക് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൊടുക്കുന്ന ഏർപ്പാടാണ് ഒരാചാരം പോലെ എല്ലാ വർഷവും നടക്കുന്ന ദേശീയ പണിമുടക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവശേഷിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ മാത്രമാണ് ഈ ആചാരം അരങ്ങേറുന്നത്. 25-30 കോടി തൊഴിലാളികൾ പണിമുടക്കും എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിനു പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കോട്ടക്കൊത്തളമായിരുന്ന ബംഗാളിലോ ത്രിപുരയിലോ പോലും ഒരു മനുഷ്യജീവിതത്തെയും ഇത് സ്പർശിക്കുന്നില്ല. കേരളത്തിൽ പക്ഷെ നിർഭാഗ്യവശാൽ ഒരു ജനാധിപത്യ സമൂഹത്തിലെ പൗരൻ്റെ മൗലികാവകാശമായ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടുകയാണ്. ആചാരമാണ് ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയതും ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കുന്നതും. കേരളത്തിനു പുറത്ത് ഒരിടത്തും ഇങ്ങനെയൊരു പണിമുടക്ക് നടക്കുന്നുണ്ട് എന്ന് ആരും അറിഞ്ഞ മട്ടില്ല. മുംബൈയിലെയും ഡൽഹിയിലെയും ചെന്നൈയിലെയും ബംഗളൂരുവിലെയും ഒക്കെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ എന്തു പറ്റി കേരളത്തിൽ ഇന്ന് ഹർത്താൽ നടക്കാൻ, ആരെങ്കിലും കൊല്ലപ്പെട്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു സംഭവം പോലും ആരും അറിയുന്നില്ല എന്നോർക്കണം. പക്ഷേ ഇവിടെ മഹത്തായ ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്ന് പറഞ്ഞ് ജനത്തെ വെറുപ്പിച്ചുകൊണ്ട് അത് നടക്കുന്നു. സംസ്ഥാന സർക്കാർ കോടതിയെ പേടിച്ച് ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി നയിക്കുന്ന പണിമുടക്കിന് അനുകൂലമാണ്. KSRTC സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഒന്നും നിരത്തിലിറങ്ങിയിട്ടില്ല. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ BMS ഈ സമരത്തോട് അനുകൂലമല്ലാത്തതിനാൽ അനേകം പേർ തൊഴിലിന് ഒരുക്കമാണെങ്കിലും KSRTC അടക്കമുള്ള സർവീസുകൾ ലഭ്യമല്ല. ജനജീവിതം പാടെ സ്തംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇക്കുറി ഒരു പ്രത്യേകതയുള്ളത്, ഇതിന് മുൻപ് നടന്ന സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ ജനങ്ങളുടെ എതിർപ്പുണ്ടാവാതിരിക്കാൻ ജാഗ്രത കാണിക്കുന്നുണ്ട് എന്നതാണ്. ഇതിനു മുൻപ് ഏത് പണിമുടക്ക് നടന്നാലും ഹർത്താലിന് തുല്യമായി കണക്കാക്കി വഴിയെ പോകുന്ന സകല സാധാരണക്കാരുടെയും നെഞ്ചിൽ കയറുക ഇവരുടെ രീതിയായിരുന്നു. വാസ്തവത്തിൽ പണിമുടക്ക് സ്വമേധയാ നടത്തേണ്ട ഒന്നാണ്, ആരും ആരെയും നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ല. ഓട്ടോറിക്ഷക്കാർ അടക്കമുള്ളവർ നിരത്തിലിറങ്ങിയാൽ തടയുന്നത് നിയമവിരുദ്ധമാണ്. ആരെങ്കിലും അങ്ങനെ നിയമവിരുദ്ധമായി തടഞ്ഞാൽ അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടിക്കുള്ള സ്കോപ്പുണ്ട്. പോലീസ് ഇടപെടേണ്ടതുണ്ട്. കോടതി ശക്തമായ ഇടപെടൽ നടത്തും. ഇങ്ങനെ തടയുന്നവരെ ജയിലിലടയ്ക്കും. എന്നാൽ രണ്ടാമത്തെ വശം, സ്വകാര്യ വാഹനങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കേണ്ടതില്ല എന്നതാണ്. പണിമുടക്കെന്ന് പറയുന്നത് തൊഴിലാളികൾ നടത്തേണ്ടതാണ്. തൊഴിലാളികൾ അല്ലാതെ ഒരു സ്വകാര്യ വ്യക്തി തൻ്റെ വാഹനമെടുത്ത് നിരത്തിലിറങ്ങിയാൽ അത് പണിമുടക്കല്ല. കാരണം ഇത് ഹർത്താലല്ല, പണിമുടക്ക് മാത്രമാണ്. ഒരു സ്വകാര്യ വ്യക്തി കാർ ഓടിച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ സ്വകാര്യ വാഹനം ഓടിച്ചാൽ ഒരു കാരണവശാലും അത് പണിമുടക്കിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ല. അത് തടയുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇക്കുറി കർശനമായ നിർദ്ദേശം പാർട്ടി നേതൃത്വം അണികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും സ്വകാര്യ വാഹനങ്ങൾ തടയരുതെന്ന്. തെരഞ്ഞെടുപ്പ് ഏറെ വൈകാതെ നടക്കുമെന്നതുകൊണ്ട് തന്നെ അത്തരമൊരു സീനുണ്ടായാൽ അത് പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് പാർട്ടി വിലയിരുത്തുന്നു. അതുകൊണ്ട് ഇക്കുറി സ്വകാര്യ വാഹനങ്ങൾ തടയാൻ ഒരു ശ്രമവും ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. സ്വകാര്യ വാഹനങ്ങളും സഹകരിക്കണം എന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്ന കർശന നിർദ്ദേശം പാർട്ടി കൊടുത്തിട്ടുണ്ട്. ഓരോ ഹർത്താലും പണിമുടക്കും കഴിയുമ്പോൾ പാർട്ടിക്കുണ്ടാവുന്ന ക്ഷീണം ചില്ലറയല്ല എന്നറിയാമെങ്കിലും ഈ ആചാരം കൂടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടി എന്തു ചെയ്യും എന്ന ചോദ്യത്തിനു മുൻപിൽ ഉത്തരമില്ലാത്തത് കൊണ്ട് നടത്തുന്നതായതുകൊണ്ടാണ് ചടങ്ങുപോലെ ഈ പണിമുടക്കിന് ആഹ്വാനം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇക്കുറി സ്വകാര്യ വാഹനമുള്ളവർ നിരത്തിലിറങ്ങാൻ ആശങ്കപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് ഡാഷ് ക്യാമറ ഉള്ളവർ. സ്വകാര്യ വാഹനങ്ങൾ തടയാനുള്ള ശ്രമം ഉണ്ടാവാൻ തന്നെ സാധ്യത കുറവാണ്. അതേസമയം വിവരമില്ലാത്ത ചില പാർട്ടിക്കാർ ആവേശം കൊണ്ട് കല്ലെറിയാനും തടയാനുമൊക്കെ രംഗത്തെത്തിയാൽ അതിശയിക്കേണ്ടതില്ല. എന്നാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് നിർബന്ധിതരാകും കോടതിയുടെ ഇടപെടൽ മൂലം എന്നത് ശ്രദ്ധേയമാണ്. സ്വകാര്യ വാഹനങ്ങളുടെ മേൽ കടുത്ത നിയന്ത്രണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ വാഹനങ്ങൾ ഏറെ നിരത്തിലുണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ.
ഈ ഹർത്താൽ നടത്തുന്നവരോട് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഹർത്താൽ നടത്തുന്നത്? നിങ്ങൾ പറയുന്നു ദേശീയ ലേബർ കോഡിനെതിരെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി എന്നാണ്. ലേബർ കോഡിന് കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് സമ്മതിക്കുക. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചു എന്ന് സമ്മതിക്കുക. നിങ്ങൾ പണിമുടക്കിയതുകൊണ്ട് അത് പരിഹരിക്കുമോ? ഇല്ല എന്നതാണ് വാസ്തവം. എത്രയോ പണിമുടക്കുകൾ പതിറ്റാണ്ടുകളായി നിങ്ങൾ നടത്തുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരാവശ്യം ഇന്നേ വരെ നിറവേറിയിട്ടുണ്ടോ? മോദി സർക്കാർ ഭരണമേറ്റതിന് ശേഷം സമരങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിയത് കർഷക സമരത്തിന് മുമ്പിൽ മാത്രമാണ്. അതൊരു പണിമുടക്കായിരുന്നില്ല. നേരെ മറിച്ച് കർഷകർ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി സർക്കാരിനെ പൊറുതിമുട്ടിച്ചപ്പോഴാണ്. അത്തരം സമരങ്ങൾക്ക് ഫലമുണ്ടാവും എന്നല്ലാതെ ഒരു ദിവസമോ 2 ദിവസമോ പണിമുടക്കി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് കൊണ്ട് ഒരു പരിഹാരവും ഉണ്ടാവില്ല എന്നതിൻ്റെ തെളിവ് നിങ്ങൾ തന്നെ ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള സമരങ്ങളാണ്. ഇത്തരം പണിമുടക്കുകൾ കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ആവശ്യം നിറവേറപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. ഓരോ ദിവസവും പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്ന് മറക്കരുത്. ഓട്ടോറിക്ഷക്കാരും ചുമട്ടുതൊഴിലാളികളും അടക്കം ഓരോ ദിവസവും പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും ആ പണം കിട്ടാതെ പോകും. ഇന്ന് അവരുടെ വീട്ടിൽ അത്താഴം മുടങ്ങും. മാസം ശമ്പളം കിട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും MLA-മാർക്കും ജനപ്രതിനിധികൾക്കും അത് മുടങ്ങുകയില്ല. എന്നാൽ പച്ചക്കറി വിറ്റ് ജീവിക്കുന്നവൻ്റെ പച്ചക്കറി ഇല്ലാതായി പോകും. സാധാരണ വ്യാപാരശാലകളിലും തുണിക്കടകളിലുമടക്കം പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇന്ന് സ്ഥാപനമുടമകൾ ശമ്പളം കൊടുക്കില്ല. എന്ന് വെച്ചാൽ ഓരോ ദിവസവും അന്നു വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും ജീവിക്കുന്ന മനുഷ്യർക്കും കൂലിപ്പണിയെടുത്ത് കഴിയുന്ന മനുഷ്യർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാർക്കും ഇത് ബുദ്ധിമുട്ടാണ്. അതേസമയം സംഘടിതരായ സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും ഇത് ലാഭക്കച്ചവടവുമാണ്. വളരെ കുറച്ചു പേർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കുന്ന ഈ പണി ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നിങ്ങൾ നടത്തിയ ഒരു പണിമുടക്കും ഇന്നേ വരെ ഗുണം ചെയ്തിട്ടില്ല, ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും ഗുണപ്രദമായ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, തൊഴിലാളികളെ സഹായിക്കുന്ന സമരരീതിയിലേക്ക് മാറിക്കൂടെ? കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോഴും പ്രതിപക്ഷം ഒരു ഹർത്താൽ പോലും നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല എന്നോർക്കണം. അവിടെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനജീവിതം ദുസ്സഹമാക്കുന്നത്. ഇതിനേക്കാൾ നീചമായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയും അവരുടെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായി മറ്റെന്താണുള്ളത്? കേന്ദ്ര സർക്കാർ ലേബർ കോഡ് പ്രഖ്യാപിച്ചതേയുള്ളൂ. അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കി നടപ്പിലാക്കാൻ മുൻകൈയെടുത്തത് ഇതേ പണിമുടക്ക് നടത്തുന്ന സംസ്ഥാന സർക്കാരും ആ സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുമാണ്. ഇതിലും വലിയ കാപട്യം വേറെ എന്താണുള്ളത്? ജനജീവിതം ദുസ്സഹമാക്കാൻ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, ജനങ്ങളെ ബന്ദിയാക്കുന്ന ഈ വൃത്തികെട്ട സമരത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇനിയും അധികാരത്തിൽ വരാതിരിക്കാൻ, അവർ തുടച്ചു നീക്കപ്പെടാനുള്ള പ്രധാന കാരണമായി ഇത് സാധാരണ മനുഷ്യർ, നീതി പുലരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ എടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.